സർ, ഇവിടെ ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ച പോലീസുകാരുടെ ആത്മഹത്യ, അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സേനയിലുണ്ടാകുന്ന സംഘർഷം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. പക്ഷേ നമുക്ക് ഓരോ ആത്മഹത്യയുടെയും കാരണമെന്തായിരുന്നുവെന്ന ഒരു പരിശോധനയിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ സേനയിലുള്ള ചില പ്രശ്നങ്ങളും അവരുടെ സംഘർഷത്തിന് ചിലർക്കിടയാക്കിയിട്ടുണ്ട് എന്നതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മളാരും ഈ ആത്മഹത്യ വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുകയോ അത് നിയന്ത്രിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നവരല്ല. സ്വാഭാവികമായും അതിനെന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നത് ഗൗരവമായി തന്നെ ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സർ, ബഹുമാനായ അംഗത്തിന് യോഗയെക്കുറിച്ച് വല്ലാത്ത തെറ്റിദ്ധാരണയാണുള്ളത്. ഈ ജോലി ഉണ്ടായാൽ പിന്നെ യോഗ പറ്റില്ല എന്നുള്ളൊരു തോന്നലാണ് അദ്ദേഹത്തിന്. സർ, പലവിധ തിരക്കുകൾക്കിടയിലും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് യോഗ. ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ് ബഹുമാനായ വിശ്വനാഥ് ഇരുന്നല്ലോ, അവിടെ ഇരുന്നുകൊണ്ടും യോഗ ചെയ്യാവുന്നതാണ് യോഗയുടെ ശരിയായ രീതി അനുസരിച്ച്. അത് ബഹുമാനായ മുൻ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു തരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ യോഗയെക്കുറിച്ച് അങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകേണ്ടതായിട്ടില്ല. ആ യോഗ മാനസിക സംഘർഷം കുറക്കുന്നതിന് വലിയ തോതിൽ വഴിവെക്കുമെന്നുള്ളതുകൊണ്ടാണ് പോലീസിന് മറ്റെല്ലാ തരത്തിലുള്ള പരിശീലനവും ലഭിക്കുന്നതാണ് യോഗ കൂടി അതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ നോക്കിയത്. അതാണ് ഞാൻ പറഞ്ഞത്, സമയം ഇങ്ങനെയാണ് ഉണ്ടാവുക. ആ സമയം ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആ ഡ്യൂട്ടിയിൽ കഴിയുന്നവർക്ക് യോഗ ചെയ്യാൻ അവസരം ഇല്ലാതില്ല, അത് ചെയ്യാൻ സാധിക്കും. ആ കാര്യം നമുക്ക് പ്രത്യേകമായി വേണമെങ്കിൽ ഏതെങ്കിലും യോഗാ വിദഗ്ധരെ വിളിച്ച് ബഹുമാനായ സ്പീക്കറോട് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റേതായ ഒരു ക്ലാസ് എല്ലാവർക്കും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നാണ് തോന്നുന്നത്. ഇവിടെ പോലീസുകാർ ജോലികൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ശരിയാണ്. സർ, ഏത് പോലീസ് സ്റ്റേഷനിലും ജോലിയെടുക്കുന്ന പോലീസുകാർക്ക് അവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കേണ്ടതായി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി 8 മണിക്കൂർ ജോലി നമുക്ക് പൂർണ്ണമായി നടപ്പാക്കാനായിട്ടില്ല. ചില സ്റ്റേഷനുകളിൽ ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രാരംഭം കുറിച്ചിട്ടുണ്ട്. അത് കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പരിഷ്കൃത സമൂഹത്തിൽ 8 മണിക്കൂർ ജോലി എന്നിടത്തേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഓരോ ജോലിക്കും ഓരോ പ്രത്യേകതയുണ്ടല്ലോ. അപ്പോൾ അപൂർവമായി വരുന്ന ഒരു ചീഞ്ഞളിഞ്ഞ മൃതശരീരം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടുന്ന് ആ മൃതശരീരത്തിനടുത്ത് നിന്ന് മാറിപ്പോകാൻ പോലീസുകാരന് കഴിയാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്നുള്ള വസ്തുതയാണ്. പക്ഷേ അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? നമ്മൾ ഈ ഒരു പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ എന്തിനാണ് ആ ഭാഗം അങ്ങനെ അവതരിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത്തരമൊരു ഡ്യൂട്ടി ഒഴിവാക്കാൻ കഴിയുന്നതാണ്. പോലീസിൻ്റെ ഡ്യൂട്ടിയിൽ അത് പറയേണ്ടതില്ല എന്ന് നിശ്ചയിക്കാൻ പറ്റും. അപ്പോൾ അത് പോലീസ് ഡ്യൂട്ടിയുടെ ഭാഗമായി വരുന്നതാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ പോലീസ് ഡ്യൂട്ടിയുടെ പ്രത്യേകതയുടെ നിലവെച്ച് അത്തരം ചില നടപടികൾ സ്വീകരിക്കേണ്ടതായി വരുന്നുണ്ട്. സർ, ഇവിടെ സ്റ്റേഷനിലെ എണ്ണം, അംഗസംഖ്യ വർദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ന്യായമായ ആവശ്യം തന്നെയാണ്. അത് പൊതുവേ നമ്മുടെ സ്റ്റേഷനുകളിൽ എണ്ണം കൂടേണ്ടതുണ്ട്, പോലീസിൻ്റെ എണ്ണം ഇനിയും വർദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് സർക്കാർ തള്ളിക്കളയുന്നൊരു കാര്യമല്ല. പലപ്പോഴും അതിനനുസരിച്ചുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റേഷനും കൃത്യമായി പ്രവർത്തിച്ചു പോകുന്നതിനാവശ്യമായ അംഗബലം നൽകണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെയും ആഗ്രഹം. അതിലൊന്നും മറ്റു തരത്തിലുള്ള ഒരു കടുംപിടുത്തം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇവിടെ ജില്ലാ പോലീസ് മേധാവികൾ ആ ജില്ലയിലെ പ്രശ്നങ്ങൾ സ്വാഭാവികമായും സംസ്ഥാന പോലീസ് മേധാവിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമല്ലോ. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ സ്വാഭാവികമായി അവർ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽ പെടുത്തുന്നതാണ്. അദ്ദേഹം പറഞ്ഞ രീതിയിൽ ആവശ്യമായത്ര സെക്യൂരിറ്റി എല്ലായിടങ്ങളിലും നൽകുന്നതിന് വേണ്ടിയുള്ള പോലീസുകാർ വേണമെന്നത് ശരിയാണ്. സർ, നമുക്ക് നല്ല രീതിയിൽ എല്ലായിടങ്ങളിലും ഇപ്പോൾ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ CISF പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം ചില കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് SISF സ്റ്റേറ്റിനൊരു പ്രത്യേക സെക്യൂരിറ്റി സംവിധാനം വേണമെങ്കിൽ നമുക്ക് ഏർപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ തന്നെയുണ്ട്. അത് കുറച്ചുകൂടി വ്യാപിപ്പിക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത്തരം സ്ഥാപനങ്ങൾ അതിനുള്ള കാശ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കാശ് കൊടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിൽ അത്തരം ആളുകളെ നമുക്ക് നിയോഗിക്കാവുന്നതാണ്. പോലീസിൻ്റെ ഡ്യൂട്ടി കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ പോലീസിനെയും നമുക്ക് നിയോഗിക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ ട്രാഫിക് സ്റ്റേഷനുകളുടെ കാര്യത്തിൽ ട്രാഫിക് നിയന്ത്രണങ്ങൾ സ്വാഭാവികമായും മറ്റ് തരത്തിൽ അതിൻ്റെ കേസുകളും മറ്റും കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് അതത് പോലീസ് സ്റ്റേഷനുകൾ തന്നെയാണ്. അതിനുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അതേ രീതിയിൽ തന്നെ നിശ്ചയിക്കുക എന്താണ് കാണുന്നത്. ഡ്രൈവർമാരുടെ തസ്തിക ആകെ ഒഴിഞ്ഞു കിടക്കുകയല്ല, ചില തസ്തിക ചിലപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാകും. അത് സാധാരണ റിക്രൂട്ട്മെൻറ്റ് ഭാഗമായിട്ട് നികത്തപ്പെടുന്നതാണ്. അതൊന്നും വലിയ തോതിൽ അംഗബലത്തെ ബാധിക്കുന്നൊരു കാര്യമല്ല. സ്റ്റേഷനുകളിൽ അവിടുത്തെ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്ന പരിപാടി പണ്ട് കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ടായതാണ്. ഇപ്പോൾ അങ്ങനെ ഒരു പരിപാടിയില്ല. ഓരോ സ്റ്റേഷനിലും അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു തുക അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ആരും അവിടെ മറ്റ് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നില്ല. സർ, ഇവിടെ ബഹുമാനായ അംഗം കാര്യങ്ങൾ മനസ്സിലാക്കുന്നയാളാണല്ലോ. പിന്നെ ഒരു പ്രതിപക്ഷത്താണെന്നുള്ളത് കൊണ്ട് ഭരണപക്ഷത്തെ ഒന്ന് കുത്താൻ വേണ്ടി പറഞ്ഞതായിരിക്കാനാണ് ഇടയിൽ. റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം, റാങ്ക് ലിസ്റ്റിൽ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഭാവിയിലെ ഒഴിവടക്കം കണക്കാക്കി ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി വലിയ നമ്പർ അവിടെ എടുത്തു കഴിഞ്ഞു. നമ്മുടെ ലിസ്റ്റിൻ്റെ അവസ്ഥ എന്താണ്? ഏത് റാങ്ക് ലിസ്റ്റിലും ഈ നിശ്ചയിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ പുറത്താണ്.
അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ റാങ്ക് ലിസ്റ്റിൽ പെട്ടയാളുടെ ഒരു ചിന്ത തെറ്റല്ലത്, ഞാൻ ജോലിക്ക് അർഹനായി എന്നാണ്, അല്ലെങ്കിൽ അർഹയായി എന്നാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആ ജോലി എനിക്കിപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ 100 ആളുടെ ലിസ്റ്റിൽ നിന്ന് 10 ആളെയാണ് എടുക്കുന്നതെങ്കിൽ 90 പേര് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ 10 എടുത്തിട്ട് എന്താ കാര്യം? 90 പേർക്ക് നിരാശയാണ്, ഞങ്ങൾക്ക് കിട്ടിയില്ലാലോ. ഈ 90 എടുക്കാൻ പറ്റുമോ? 10 എടുക്കാൻ പറ്റും, 10-അപ്പുറമില്ല. ഈ 10-ന് 100ൻ്റെ ലിസ്റ്റ് വേണോ? ഇതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ. അത് ബഹുമാനായ അംഗം മനസ്സിലാക്കാത്ത കാര്യമല്ല, പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞൊരു കാര്യമായിരിക്കാം അത്. ഏതായാലും അതടക്കം കണ്ടുകൊണ്ടാണ് ഭാവിയിൽ വരുന്ന ലിസ്റ്റ് അടക്കം, ഭാവിയിൽ വരുന്ന ഒഴിവടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന നില സ്വീകരിച്ചത്. PSC നിയമനം ഇവിടെ കൂടുതലാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയുണ്ടായി. ഏതായാലും അതിനെ മറ്റൊരു മറുപടിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് നമ്മുടെ രാജ്യമാകെ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണത്. നല്ല രീതിയിൽ PSCയുടെ നിയമനം ഇവിടെ നടക്കുകയാണ്. ഇവിടെ പോലീസുകാർക്ക് അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ അത് നിഷേധിക്കാൻ നിലപാടല്ല പോലീസ് വകുപ്പിനോ സർക്കാരിനോ ഉള്ളത്. ആവശ്യമായ സൗകര്യങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ പോലീസിൻ്റെ പ്രത്യേക ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ഒരു വല്ലാത്ത അന്തരീക്ഷം വന്നാൽ ചിലപ്പോൾ അത്തരം പരിപാടികൾക്ക് അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതാ ജോലിയുടെ സ്വഭാവമാണ്, അത് ഒരു പ്രത്യേകതയല്ല. ആ ജോലിക്ക് വരുന്ന ഒരു പ്രത്യേകതയുടെ ഭാഗമായി വന്നു ചേരുന്നതാണത്. ഇവിടെ VRS എടുത്തു പോകുന്നതൊക്കെ നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ കുറവ് കൊണ്ടാണെന്ന് മാത്രം കാണേണ്ടതില്ല. ഇപ്പോൾ IPS ഉള്ള ആൾ VRS എടുക്കുന്നില്ലേ, IAS VRS എടുക്കുന്നില്ലേ? അതൊക്കെ IAS വേണ്ടാന്ന് വെക്കുന്നുണ്ടാണ്. എത്ര ഉദാഹരണം പറയാൻ പറ്റും? നല്ല മികച്ച ഓഫീസർമാരായിരുന്ന ആളുകൾ VRS എടുത്ത് പോയിട്ടില്ലേ? അത് മറ്റു ചില ആവശ്യങ്ങളാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. അത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. ഇവിടെ പോലീസ് സ്റ്റേഷനുകളിൽ സൗകര്യം വേണമെന്ന് പറഞ്ഞത് ശരിയാണ്. ആ സൗകര്യം നല്ല രീതിയിൽ തന്നെ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലോ രാഷ്ട്രീയ സ്വാധീനമോ പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്നു എന്നത് ശരിയല്ല. പോലീസിൻ്റെ കൃത്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് പൂർണ്ണമായ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളെ ഭരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായ ഒരു ആവശ്യം ഉദിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്. ഇവിടെ സാമൂഹ്യ പ്രാധാന്യമുള്ള ജോലികൾ പോലീസ് നിർവഹിക്കുമ്പോൾ അതിൻ്റെതായ വിഷമങ്ങൾ അവർക്കുണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ്. കൃത്യസമയത്ത് ഭക്ഷണം, വിശ്രമം ഇതൊക്കെ സാധിക്കാത്ത നില വരുന്നുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ 1 മണിക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മളെ സാധാരണ 1 മണിക്കല്ലേ ഭക്ഷണ സമയം, നമുക്കങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ട്. പലപ്പോൾ നമ്മുടെ ചർച്ചയ്ക്ക് നീണ്ടു പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കഴിയട്ടെ വിചാരിക്കുന്നില്ലേ? ചിലപ്പോൾ ആ സമയം കഴിഞ്ഞ് പോകുന്നില്ലേ? ഓരോ ജോലിയുടെ പ്രത്യേകത അനുസരിച്ച് വരുന്ന ചില ക്രമീകരണങ്ങളാണ്. ആ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നത് വസ്തുതയാണ്. അതിൻ്റെ ഭാഗമായി ആ വിശ്രമം അവർക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ആഴ്ചയിൽ ഓഫ് കിട്ടേണ്ടതുണ്ട്. അർഹമായ അവധി ഉണ്ടാവണം. അതോടൊപ്പം സ്ട്രെസ് കുറക്കുന്നതിനുള്ള കൗൺസിലിംഗ് ഉണ്ടാവണം. കൃത്യമായി പരാതി കേൾക്കാൻ പരിഹാരങ്ങൾ, ഇതെല്ലാം നല്ല രീതിയിൽ സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. പുതിയതരം കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ വല്ലാതെ ഉരുത്തിരിഞ്ഞു വരികയാണ്. സൈബർ ക്രൈം, പൊതുജനങ്ങളുടെ സുരക്ഷ, വർദ്ധിക്കുന്ന ട്രാഫിക് നിയന്ത്രണം, പുതിയ നിയമങ്ങളിലെ മാറ്റം, ഇവയെല്ലാം കാരണം ജോലിഭാരം വർദ്ധിക്കുന്നു എന്നത് ശരി തന്നെയാണ്. ഇതിൽ നാം കാണേണ്ടത് അതനുസരിച്ച് അംഗബലം വർദ്ധിപ്പിക്കുവാനും അതിൻ്റെ ഭാഗമായി സാങ്കേതികവിദ്യ കൂടുതൽ ഉപയോഗിച്ച് ജോലിഭാരം കുറക്കാനും സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതിനുള്ള നടപടികൾ സാമ്പത്തിക പരിമിതികളെല്ലാം ഉണ്ടെങ്കിലും ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യാൻ മതിയായ ആളില്ലാത്ത സ്റ്റേഷനിൽ നിന്ന് ഓഫീസ് ജോലികൾക്കും മറ്റും ആളെ എടുക്കുന്നത് ഒഴിവാക്കണം എന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇവിടെ ജോലിയുടെ ഭാഗമായി വരുന്ന സമ്മർദ്ദം അത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയാവുന്നിടത്തോളം ലഘൂകരിക്കാൻ സർക്കാർ ആകാവുന്നതെല്ലാം ചെയ്യുന്നതാണ്. ഇവിടെ ജോലി സമ്മർദ്ദം മൂലമോ കുടുംബപരമോ മാനസികമായ കാരണങ്ങൾ കൊണ്ടോ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഉചിതമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ നൽകിയിട്ടുണ്ട്. ഇവിടെ പോലീസ് സേനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് ഗൗരവമായി തന്നെ പരിശോധിക്കാൻ സർക്കാർ തയ്യാറാകും. ഏതെല്ലാം തരത്തിലുള്ള സംഘർഷങ്ങളാണ് ഉണ്ടാകുന്നത് അത് ലഘൂകരിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം അത് ഗൗരവമായി തന്നെ പരിശോധിക്കുന്നതാണ്. അങ്ങനെയുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇതൊരു വകുപ്പിൻ്റെ കാര്യമായി മാത്രമല്ല, ഒരു ഗവൺമെൻറ്റിൻ്റെ കാര്യം മാത്രമായിട്ടല്ല, പൊതുവിൽ സംസ്ഥാനത്തിൻ്റെ ആകെയുള്ള ഒരു കാര്യമായി തന്നെ എടുക്കുക എന്നതാണ് നാം കാണുന്നത്. ഇവിടെ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിനെ വല്ലാതെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ച് പോകാൻ പറ്റുമെന്നത് ഗവൺമെൻറ് കാര്യമായി നോക്കുന്നതാണ്. ഇവിടെ നാം ഓർക്കേണ്ട കാര്യം ഒരു ആപൽ ബന്ധുവായിട്ടാണ് ഇപ്പോൾ പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രളയകാലത്തും കോവിഡ് ഘട്ടത്തിലും എല്ലാം കണ്ടതാണ്. അത് പുതിയൊരു മുഖം പോലീസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ആ പോലീസ് സേനയെ കൂടുതൽ ആത്മവീര്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സേനയാക്കി മാറ്റുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നതാണ്. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്.